സങ്കീർത്തനം 46:1. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ശക്തിയാണ് ദൈവം, നമ്മുടെ അഭയമാണ് ദൈവം. നമ്മുടെ കഷ്ടതകളിൽ നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. സഹോദരരെ, ഏവരെയും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ സഹനങ്ങൾ വരിക സ്വാഭാവികമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പരിഹാരം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നുമാണ്. ഏശയ്യാ 66:13 പറയുന്നു, അമ്മയെ പോലെ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും. വീണ്ടും 65:21 പറയുന്നു, അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. വചനം സത്യമാണ് സഹോദരങ്ങളെ. നമ്മെ രക്ഷിക്കാൻ ഈ ലോകത്ത് നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കൂ. താൽക്കാലിക ആശ്വാസം പലയിടങ്ങളിൽ നിന്നും ലഭിച്ചെന്ന് വരാം, പക്ഷേ യഥാർത്ഥ സമാധാനം ഈശോയുടെ കയ്യിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ തങ്ങളുടെ വേദന അറിയിക്കുന്നുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് അവരെ ഓരോരുത്തരെയും നമുക്ക് ഏറ്റെടുക്കാം. അവരുടെ വേദനകളെ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് യാചിക്കാം. പ്രത്യേകിച്ച് പനി ബാധിച്ച് ഒത്തിരി വേദന അനുഭവിക്കുന്ന റോസ്മിനെ സമർപ്പിക്കാം. ഇന്ന് കിഡ്നി ഓപ്പറേഷൻ വിധേയനാകുന്ന വൈദികനെ ഓർക്കാം. കടബാധ്യതയാൽ വേദനിക്കുന്ന മക്കളെ ഓർക്കാം. വിസ തടസ്സം, വിദേശത്ത് ജോലി തടസ്സം എന്നിവ നേരിടുന്ന വ്യക്തികളെ സമർപ്പിക്കാം. അവരുടെ ആ തടസ്സങ്ങളെ എടുത്തു കളഞ്ഞ് എത്രയും പെട്ടെന്ന് ജോലികളിലേക്ക് പ്രവേശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വീടിന്റെ പണി തീർക്കുവാൻ കഴിയാത്ത മക്കളെ സമർപ്പിക്കാം. ഭവനമില്ലാതെ വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ചാനലിനെ സമർപ്പിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോൾ ഈ ചാനലിലെ മക്കളെ പലവിധ പീഡകളാൽ പിശാച് അസഹ്യപ്പെടുത്തുന്നു. അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഏവർക്കും ഒരുമിച്ച് നല്ലവനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവെ, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നമുക്ക് ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളും ബലഹീനരുമായ അടിയങ്ങളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് എളിമപ്പെടുത്തണമേ. അങ്ങയുടെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് കടാക്ഷിക്കണമേ. ഹൃദയങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ലോകത്ത് സമാധാനവും ശാന്തിയും വർദ്ധിപ്പിക്കണമേ. സഭയിൽ ഐക്യവും വിശുദ്ധിയും
വിശുദ്ധിയും വർദ്ധിപ്പിക്കണമേ. വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഭരണാധിപന്മാർക്ക് നീതിബോധവും നന്മയും നൽകണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ ലോകത്ത് ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ നിയോഗങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. ആമേൻ.